Good morning. Welcome all to Mathama College for Women, Perumbavoor. 2020-21 അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ നേടിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും മാർത്തോമ വനിതാ കോളേജിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനുപമ പി, IQAC കോർഡിനേറ്റർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്, മാർത്തോമ കോളേജ് ഫോർ വിമൻ, പെരുമ്പാവൂർ. IQAC എന്നത് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമ്മുടെ കോളേജ് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷന് ആയിട്ട് പോകേണ്ടതാണ്. NAAC എന്ന കൗൺസിലാണ് ഈ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് കോളേജിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് IQACയുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ബിരുദ പഠനം പൂർത്തിയാകും മുമ്പേ തന്നെ അടുത്ത അക്രഡിറ്റേഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വർഷം ഓൺലൈൻ ക്ലാസ്സസിലൂടെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അധ്യാപകരെല്ലാം അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോളേജിൽ എങ്ങനെയാണ് കൂടുതലായിട്ടും ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്നത് എന്നതിൻ്റെ ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു. വാട്സപ്പ്, ടെലിഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയൊക്കെ ഉള്ള സോഷ്യൽ മീഡിയാസിൽ കൂടെ മെയിലുകൾ, ഇതെല്ലാം വഴി അധ്യാപകർ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന രീതിയിലായിരിക്കും ഇതിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാനോ ഉപയോഗിക്കുന്ന, ഞങ്ങൾ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന, നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന 3 രീതികൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. ഇതുകൂടാതെ പല പ്ലാറ്റ്ഫോമുകളും പല ഡിപ്പാർട്ട്മെന്റിലെയും പല ടീച്ചേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 3 പ്ലാറ്റ്ഫോമാണ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ G-Suite അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്. G-Suite എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ്. അത് നമ്മുടെ കോളേജ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു പാക്കേജ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഗൂഗിൾ മീറ്റ് എന്ന പ്ലാറ്റ്ഫോമാണ് സാധാരണഗതിയിൽ ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങളെ നാളെ ഓൺലൈനായിട്ട് വിളിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഗൂഗിൾ മീറ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കാം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ്സസ് എടുക്കുന്നത്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ജിമെയിലുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് ജിമെയിൽ വേണം. ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ഉടൻ തന്നെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ജിമെയിലിൽ ഇവിടെ ന്യൂ മീറ്റിംഗ് ഉണ്ട്, മൈ മീറ്റിംഗ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഒന്നുകിൽ ജിമെയിലിൽ കൂടെ, ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂ മീറ്റിംഗ് തുടങ്ങേണ്ട കാര്യമില്ല, നിങ്ങളുടെ അധ്യാപകർ ഒരു മീറ്റിംഗ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഇതുപോലെയുള്ള ഒരു ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ആ അയച്ചു തരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് അപ്പിയർ ആകും. ഈ ഒരു വിൻഡോ വരുമ്പോൾ ഇതിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ടും മ്യൂട്ടാക്കി വയ്ക്കാം. അതിനുശേഷം നിങ്ങൾ ജോയിൻ നൗ പ്രസ് ചെയ്യുക. ജോയിൻ നൗ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇതിൽ വേറെ പാർട്ടിസിപ്പൻസ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഈ ഒരു മീറ്റിങ്ങിൽ ഉള്ളൂ. അപ്പോൾ അധ്യാപകർ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ നൗ ചെയ്യുക. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ കോള് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് എന്നുള്ള ഒരു ഐക്കൺ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പാർട്ടിസിപ്പൻസ് എത്ര പേരുണ്ട് എന്നറിയാൻ. ഇവിടെ ബാക്കിയുള്ള ഐക്കൺസ് ഒക്കെ അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്നതാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ജിമെയിൽ അക്കൗണ്ട് വഴി നിങ്ങൾ ഈ കിട്ടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ നൗ കൊടുക്കുക. ഇതിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
ഫോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നോളൂ. ഈ ഒരു ഇതിൽ ഫോണാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഏതിലാണെങ്കിലും നിങ്ങൾ ജിമെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് വന്നോളൂ. നേരത്തെ നമുക്ക് ഫോണിലായിരുന്നെങ്കിൽ ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ജിമെയിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ഈ ലിങ്കിലേക്ക് കടന്നോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതാണ് ജി സ്യൂട്ട് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിന്റെ ബേസിക് കാര്യങ്ങൾ. നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ. ജിമെയിൽ വഴി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ നൗ കൊടുക്കുക. ടീച്ചേഴ്സ് മൈക്രോഫോണും വീഡിയോയും ഓൺ ആക്കാൻ പറയുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ചാറ്റ് വിൻഡോ ഉണ്ട്. ചാറ്റിന്റെ മെസ്സേജസ് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അധ്യാപകരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഗൂഗിൾ ക്ലാസ് റൂം. നമ്മളുടെ കോളേജിൽ കൂടുതലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഇടാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഗൂഗിൾ മീറ്റ് കൂടുതലും ലൈവ് ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ്. ഗൂഗിൾ ക്ലാസ് റൂം കൂടുതലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലാസ് റൂം. ഇതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള ഒരു ഐക്കൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഐക്കൺ. ജിമെയിൽ ഓപ്പൺ ആണെങ്കിൽ ജിമെയിലിൽ ഇങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഡൗൺലോഡ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്കായിട്ട് ഇതൊരു ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഓരോ സെമസ്റ്ററിലെയും ഓരോ ടീച്ചേഴ്സിന്റെയും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പല പല ഐക്കൺസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് 5th സെമസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ BSc ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ബികോമോ ഇംഗ്ലീഷോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും വരിക. അതിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് ഇതിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ്, ഇന്റേണൽ എക്സാം ഇങ്ങനെ പലതും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തരും. അത് ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഒരു ഇതിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ പല പല ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് വ്യൂ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലെ ഒരു കാര്യം നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഏത് ടോപ്പിക്കാണോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈസ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈസ് അയക്കാം. അതുപോലെ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അവിടെ. പിന്നെ ഇതിൽ ക്രിയേറ്റ് ഐക്കൺസ് ഒക്കെ ഉണ്ട്. ക്രിയേറ്റ് ഐക്കൺസ് നിങ്ങൾക്ക് തൽക്കാലം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഞങ്ങൾ അസൈൻമെന്റ്സോ അല്ലെ അങ്ങനെ ഏതൊക്കെ അസൈൻമെന്റ്, ക്വിസ് അസൈൻമെന്റ്, ക്വസ്റ്റ്യൻസ്, മെറ്റീരിയൽ ഇങ്ങനെ പല കാര്യങ്ങളും തരുന്നതിനനുസരിച്ച് ഇപ്പോൾ മെറ്റീരിയലാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇന്റേണൽ എക്സാം ഇതുവഴി ചെയ്യാം. അതിന് നിങ്ങൾ റിപ്ലൈ ആയിട്ട് കൊടുത്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് വ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടോപ്പിക്കിൽ ക്ലിക്ക് ചെയ്യുക, വ്യൂ ചെയ്യുക. ഇത്രയാണ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്യാൻ. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം മൂക്സ് അല്ലെങ്കിൽ മൂഡിൽ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതും നമ്മൾ കോളേജായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അഡ്മിഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ പോകും, കുറച്ച് കുട്ടികൾ പുതിയതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും അത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഡീറ്റെയിൽസ് അതിനുശേഷം നിങ്ങളെ അറിയിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ത്രൂ ഔട്ട് 3 ഇയർ വേണ്ടി വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ പിന്നീട് ഇന്റേണൽ എക്സാംസും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കോളേജുകളിലും ഒക്കെ ഈ മൂക്സ് അല്ലെങ്കിൽ മൂഡിൽ വഴി ക്ലാസ്സുകൾ ഒക്കെ എടുക്കുന്നതാണ്. അപ്പം നമ്മളും അതേ രീതിയിൽ തന്നെ ഇത് ഫോളോ ചെയ്യുന്നതാണ്. ഇത് നമ്മൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കോളേജ് വെബ്സൈറ്റ് എടുക്കുക. marthoma.college.ac.in എന്നുള്ളതാണ് നമ്മുടെ കോളേജ് വെബ്സൈറ്റ്. അതിൻ്റെ അകത്ത് LMS എന്നൊരു ഐക്കൺ ഉണ്ട്. LMS എന്ന് പറഞ്ഞാൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ യൂസർ നെയിം പാസ്വേഡും കിട്ടിയിട്ടില്ല. കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ക്ലാസ്സുകൾ തുടങ്ങി ഒരു നവംബർ മിഡിലോടുകൂടി നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോളേജിന്റെ വെബ്സൈറ്റ് വഴി കയറാം, അതല്ലെങ്കിൽ lms.marthoma.college.ac.in എന്ന വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഇതിൽ കയറാവുന്നതാണ്. ഇവിടെ നമ്മൾ അവൈലബിൾ കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ കോഴ്സസിന് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ബാക്കി ഉള്ള കോഴ്സസ് ആണ്, അതായത് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് 3rd സെമസ്റ്ററും 5th സെമസ്റ്ററും ആണ്. അതിന്റെ കോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ ബാക്കിയുള്ള കോഴ്സസും ആഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഓരോ കോഴ്സസിന്റെയും ഓരോ ടീച്ചേഴ്സിന്റെയാണ് ഇതിവിടെ പേരുകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഓരോന്നിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നും പഠിപ്പിക്കുന്നവരാരാണ്, അവരെടുക്കുന്ന പോർഷൻ എന്താണ്, അതിൻ്റെ അകത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അകത്ത് റെക്കോർഡഡ് ക്ലാസ് ആണോ അതോ ലൈവ് ആണോ, ഇത് രണ്ടും നമുക്ക് ഈ മോഡിൽ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ജി സ്യൂട്ടിന്റെ പ്രോപ്പർട്ടീസും ഗൂഗിൾ ക്ലാസ് റൂമിന്റെ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിന്റെയും ഗൂഗിൾ ക്ലാസ് റൂമിന്റെയും കൂടെ പ്രോപ്പർട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൂഡിൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പതുക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഇപ്പം 3 കാര്യങ്ങളാണ്. ഒന്ന് ഗൂഗിൾ മീറ്റിൽ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഗൂഗിൾ ക്ലാസ് റൂം ഇതുപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഫോണിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ നിന്ന് പോകാം, അതും ഒരു ഓപ്ഷനാണ്. ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ക്ലാസ്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, ലാംഗ്വേജസിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, ഓരോന്ന് സെപ്പറേറ്റ് ഐക്കൺസ് ഉണ്ടാവും. ആ ഓരോ ഐക്കണിലും ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വ്യൂ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മൂഡിലിന്റെ ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതാണ്. ദിസ് ഇസ് ഓൾ ഫ്രം നൗ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മാർത്തോമ വനിതാ കോളേജിൽ നല്ല ഒരു അധ്യയന വർഷം ആരംഭിക്കട്ടെ. 3 വർഷം അധ്യാപകരോടൊപ്പം, മാനേജ്മെൻറ്റിനോടൊപ്പം, പ്രിൻസിപ്പലിനോടൊപ്പം, നോൺ ടീച്ചിങ് സ്റ്റാഫിനോടൊപ്പം നിങ്ങൾക്കും കഴിയാനായിട്ടുള്ള ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.